ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. എൻ്റെ ഈ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ കണ്ടിന്യൂസ് എപ്പോൾ തൊട്ടാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന്. ഒരു 3 years അബോവായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം ആകാറാവുന്നതേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ വളരെ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, ആ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പോൾ പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ 2-3 പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയ അറിവില്ലാതെയാണ് അവരത് ചോദിച്ചത് എന്നുള്ളത്. അപ്പോൾ ഞാനതിന് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ആ ചോദ്യത്തിൻ്റെ എണ്ണം ചോദ്യം ചോദിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ ചാനൽ കമൻസോ കാര്യങ്ങളൊന്നും വന്നില്ല, അല്ലാതെ പേഴ്സണലി എന്നെ അറിയാമെന്നുള്ളവർ കാണുമ്പോൾ ഒരുപാട് പേര് ഇപ്പം ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും മോണിറ്റൈസേഷൻ പോളിസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത, എനിക്കും വലിയ അറിവൊന്നുമില്ല അതിനെക്കുറിച്ച്. കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ ഒരു ബിഗിനറാണ്. അതായത് യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്കും മോണിറ്റൈസേഷനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് കരുതി. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് 4 മാസമേ ആയുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കണം. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാലേ നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി അതും അല്ല എങ്കിൽ നമ്മുടെ ഷോർട്സിന് 10 million വ്യൂസ് ഉണ്ടാകണം വിത്തിൻ 3 months. അതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകാൻ ഷോർട്സിന് വേണ്ടിയിട്ടത്. ഹാഫ് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും വേണം. പിന്നെ അത് ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയ ശേഷമാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡോളർ കിട്ടി തുടങ്ങുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ പോലും ആകാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു 233 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വാച്ച് അവർ ഹാഫ് മോണിറ്റൈസേഷൻ്റെ വാച്ച് അവർ പോലും ആയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. അതാണ് വാസ്തവം. ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ, അതായത് 3 years മുന്നേ എനിക്കൊരു ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചില്ലേ, ആ ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അതായത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, വാച്ച് അവർ കൂടും എന്നൊക്കെ ഒരു ധാരണ. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടി തുടങ്ങും, പെട്ടെന്ന് തന്നെ അതൊക്കെ ആകും എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങിയ ശേഷമാണ് അതിൻ്റെ വാസ്തവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര പാടാണ് ഈ മോണിറ്റൈസേഷൻ പോളിസി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. ഈ മോണിറ്റൈസേഷൻ പോളിസി കംപ്ലീറ്റ് ആക്കിയ ശേഷവും നമ്മുടെ യൂട്യൂബിൽ ഡോളർ കയറണമെങ്കിൽ അതിൻ്റേതായ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ 150 എബവ് ഷോർട്സും വീഡിയോസും കൂടെ 150 എബവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 233, വാച്ച് അവർ വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം എന്തോരം നമ്മളിരുന്ന് കഷ്ടപ്പെട്ടാലാണ് ആ ഒരു യൂട്യൂബിൻ്റെ ഡോളർ നമ്മുടെ കൈ കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്നുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടിയോ, ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചവരോട് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഒരുപാട് പോകേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് മടുപ്പ് തോന്നും കേട്ടോ. കാരണം ഞാൻ ഈ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഒരു 1 week എനിക്ക് ഒരു ദിവസം 2 വാച്ച് അവർ അല്ലെങ്കിൽ 1 വാച്ച് അവർ വെച്ചൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഏകദേശം ഒരു 1 month ആകാറായപ്പോൾ ഒരു 9, 10, 11 എന്നുള്ളൊരിതിൽ പോയി. പിന്നെ ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊരു പെർ ഡേ 35 വാച്ച് അവർ 40 വാച്ച് അവർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 60 വരെ കിട്ടിയ ദിവസമുണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ. അതിനുശേഷം ഞാൻ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാതെ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്, കണ്ടിന്യൂസ് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വീണ്ടും സ്റ്റാർട്ടിങ് എങ്ങനെയാണോ വാച്ച് അവർ കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു ലെവലിൽ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് 1 അതേപോലെ 5 കൂടിപ്പോയി 5. എനിക്കിപ്പോൾ ഏതാണ്ട് ഒരു 2-3 ആഴ്ച കൊണ്ട് ആ ഒരു രീതിയിലാണ് വാച്ച് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം 4000 വാച്ച് അവർ ആവണമെങ്കിൽ എത്ര നാൾ പോകേണ്ടി വരുമെന്ന്. നമ്മൾ അത്രയും കഷ്ടപ്പെടണം, നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും റീച്ചുള്ള വീഡിയോ ആയിരിക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറി വരണം, വ്യൂവേഴ്സും കയറി വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ആ ഒരു രീതിയിൽ എത്തത്തുള്ളൂ, നമുക്ക് അതിൽ നിന്നുള്ള ഇൻകം കിട്ടത്തുള്ളൂ. ആ ഒരു തെറ്റിദ്ധാരണ ദയവായി അറിഞ്ഞൂടാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ദയവായിട്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വയ്ക്കരുത്. വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുവിധം യൂട്യൂബ് ചാനൽ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരുവിധം അവർക്കും അവരുടേതായ തിരക്ക് കാര്യങ്ങളൊക്കെ കാണും. എന്നാലും ഒരുവിധം യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വീഡിയോസ് ഇട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്നെ പോലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തെ
കാര്യം കഴിഞ്ഞ് വന്നിട്ടായിരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോഴായിരിക്കാം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. ആദ്യമൊക്കെ കണ്ടിന്യൂസ് ഇടുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സ്കൂളും കൂടെ തുറന്നതുകൊണ്ട് ഇച്ചിരി പാടാണ് കണ്ടിന്യൂസ് വീഡിയോസ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരിട വെച്ചിട്ട് എനിക്ക് 30, 35, 40 ഒക്കെ വാച്ചർ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോസ് ഇങ്ങനെ ഇടാതിരുന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ 30, 40, 60 വരെയൊക്കെ വാച്ചവർ കയറുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ വാച്ചവർ ഇങ്ങനെ ഇതുപോലെ തന്നെ നിലനിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശരിയായ വാസ്തവം ഇടാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വീഡിയോസ് ഇടയ്ക്ക് ഞാൻ ഇടാതിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ വാച്ചവർ ഡൗൺ ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ കണ്ടിന്യൂസ്, അതായത് നമ്മളിപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ചിലർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ചിലർ ആഴ്ച 2 വീഡിയോ, ആഴ്ച 1 വീഡിയോ അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ആൾക്കാരിലോട്ട് എത്തിക്കാതെയായി. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടില്ല എങ്കിൽ യൂട്യൂബ് അത് വ്യൂവേഴ്സിലോട്ട് എത്തിക്കുന്നത് കുറയ്ക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ മോണിറ്റൈസേഷൻ ആയി ഫസ്റ്റ് ഡോളറൊക്കെ നമ്മുടെ കയ്യിൽ വരുന്ന വരെയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം, എന്നാലേ നമ്മുടെ ചാനലിൽ അത്യാവശ്യം റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക്, അതായത് ഈ തിരക്ക് കാര്യങ്ങൾ കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുന്നത് ഞാൻ അത്രയും നാൾ കഷ്ടപ്പെട്ട, അതായത് ഒന്ന് വാച്ചവർ കയറി വന്ന അതൊക്കെ ഒന്ന് ഡൗൺ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, ഇനി വീഡിയോസ് ഇടണോ, ഇനി ടൈം വേസ്റ്റ് ആക്കണോ. ഞാൻ ഒരുപാട് ദിവസം അങ്ങനെ റീതിങ്ക് ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വച്ചക്കാലം എന്തായാലും മുന്നോട്ട് തന്നെ ഇരിക്കട്ടെ, പിന്നിലോട്ട് വയ്ക്കേണ്ട, പോകുന്നിടം വരെ പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്ക് ഇതൊരു അറിവായിരിക്കും. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഈ യൂട്യൂബിനെ കുറിച്ചുള്ള ഇവൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ചില ഈ യൂട്യൂബിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോയിലാണല്ലോ നമുക്ക് നമ്മുടെ വാച്ചവർ പിന്നെ അനലറ്റിക്സ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ട് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് അതിലെ കാര്യങ്ങൾ വാച്ചവർ എത്ര സബ്സ്ക്രൈബേഴ്സായി എത്ര വാച്ചവറായെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാച്ചവർ കയറത്തില്ല എന്ന് പറയുന്നത് ഞാൻ പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും പൊട്ടത്തരമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരിടെ വെച്ച് എനിക്ക് 60 വരെ വാച്ചവർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനെടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഓണാക്കി നോക്കുമായിരുന്നു, എത്ര വാച്ചവറായി എത്ര സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് ഫസ്റ്റിലേക്ക് ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ 12, 18 സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയ ദിവസമുണ്ട്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി, എത്ര പേര് കയറി എത്ര വാച്ചവറായി എന്ന് നോക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കായിരുന്നു. അപ്പോഴൊന്നും എൻ്റെ വാച്ചവർ കയറുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ശരിക്കും വാച്ചവർ കയറുന്ന ആ ഒരു ഇത് ഡൗൺ ആയത് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് ഞാൻ തെറ്റിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ശരിക്കും യൂട്യൂബ് നമ്മുടെ വീഡിയോസ് വ്യൂവേഴ്സിൽ എത്തിക്കാത്തതും നമുക്ക് വാച്ചവർ കയറാത്തതും. അപ്പോൾ തൽക്കാലം എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഇത്രയും വിവരങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഇനി പോകെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇത് യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്ന പലർക്കും ഉപകാരപ്പെടുമായിരിക്കും. അതിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ എന്നോട് പൈസ കിട്ടുന്നുണ്ടല്ലോ, എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും നമ്മളുടെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.